ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റോറി പറയാമോ? ഡോക്ടറെ കണക്ട് ചെയ്ത് ടച്ച് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. കുട്ടികളെ പറയാം. ഞാൻ തുടങ്ങിയ കാലത്ത് ഒരു കുട്ടിക്ക് മൈഗ്രെയിൻ ആണ്. അപ്പോൾ മൈഗ്രെയിൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്തത് പിന്നീടാണ് അവർ പറയുന്നത് ബ്രെയിൻ ട്യൂമറാണ്. പക്ഷേ തലവേദന കാരണം ടെൻറ്റിലാണ് അത് പഠിക്കുന്നത്. തലവേദന കാരണം നിൽക്കാൻ പറ്റണില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സ്കൂളിലെ HM ആണ് എന്നെ കണക്ട് ചെയ്യണത്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട്, ഒന്ന് നോക്കാമോ? ഞാൻ പറഞ്ഞു എല്ലാ റിസൾട്ടുകളും ഒക്കെ എടുത്തു അവർ. ഇനി അവർ RCCയിൽ പോകാൻ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനൊന്ന് നോക്കട്ടെ, എനിക്കറിയില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ കുറച്ചധികം ഡിസ്കഷൻസിനും ഒക്കെ അതിനൊക്കെ ശേഷം ഞാനിത് ഡയഗ്നോസ് ചെയ്തു. ഇറ്റ്സ് മൈഗ്രെയിൻ, നത്തിങ് മച്ച്. ഈ കുട്ടി ട്വിന്നാണ്. അപ്പോൾ ഈ ട്വിൻ കൂടെ ഉള്ളത് പെൺകുട്ടിയാണ്, ഇതൊരു ആൺകുട്ടിയാണ്. അപ്പോൾ അത് ഇതിനേക്കാളും പഠിക്കുന്നുമുണ്ട്. അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ഈഗോ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് അത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവരുടെ സ്കൂളിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ ഉണ്ട്, ലൈക്ക് പേയ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണം, അതിൻ്റെ ബെസ്റ്റ് ചെയ്തു തരാം. ഫൈനലി ഹി റിക്കവേർഡ്. അതെനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. പിന്നീട് ആ സ്കൂളിൽ നിന്നുമൊക്കെ ആണെങ്കിലും എന്നെ പല ടീച്ചേഴ്സും വിളിക്കുന്നു. സ്കൂളിലേക്ക് ഞാനൊന്ന് പോയിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നാണ്. ഇതിനെ കണക്ട് ചെയ്ത് പിന്നെ എനിക്ക് അടുത്തൊരു പേഷ്യൻ്റ് വരുന്നുണ്ട്, ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കാര്യം കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ ലങ് കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത 2-3 എക്സസൈസുകളും ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എക്സസൈസുകൾ പിന്നെ മെഡിസിൻസ്, ഇതൊക്കെ കൊണ്ട് അവനും ബെറ്ററായി. അത് രണ്ടും എൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു.